ആൽക്കമിസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചൊരു കഥ ഉണ്ട്. ഒരിക്കൽ പതിവ് പോലെ ആൽക്കമിസ്റ്റും കഥയിലെ മെയിൻ കഥാപാത്രവും കഴുകനെയും പരുന്തിനെയും വേട്ടയാടാൻ വേണ്ടി പുറത്തു പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് മരുഭൂമിയിൽ വലിയൊരു യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അങ്ങനെ പട്ടാളക്കാർ വന്ന് ആൽക്കമിസ്റ്റിനെയും കഥാപാത്രത്തെയും പിടികൂടി. നീ എന്തിനാണ് കൈവശം പണം വെക്കുന്നതെന്ന ചോദ്യത്തിന് ഞാൻ പിരമിഡിലേക്ക് പോവുകയാണ്, എനിക്ക് പണം ആവശ്യമുണ്ട് എന്ന് കഥാപാത്രം മറുപടി പറഞ്ഞു. ഇതേ സമയത്ത് ആൽക്കമിസ്റ്റിനോട് പട്ടാളക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഞ്ചിയിൽ ഈ 2 മുത്തുകൾ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിനെ വളരെ പുച്ഛമാക്കിക്കൊണ്ട് നിസ്സാരമാക്കി ഇല്ലാത്തൊരു വിശദീകരണം അതിന് വെച്ചു കൊടുത്തുകൊണ്ട് ആൽക്കമിസ്റ്റ് പറയുകയാണ്, ഇതിൽ ഒരു മുത്തിന്റെ പേര് ചിന്താമണി എന്നും മറ്റൊന്നിന്റെ പേര് പ്രാണസുധ എന്നുമാണ്. ചിന്താമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങളെയും അത് മാറ്റും. പ്രാണസുധ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ലോഹങ്ങളെയും സ്വർണ്ണമാക്കും. ഇത് കേട്ടതോടെ പട്ടാളക്കാർ പൊട്ടിച്ചിരിക്കുകയും നല്ലൊരു തമാശ കേട്ടുവെന്ന മട്ടിൽ അവർ ഇരുവരെയും വെറുതെ വിട്ടു. അതിനുശേഷം കഥയിലെ മെയിൻ കഥാപാത്രം ആൽക്കമിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊരു ഭ്രാന്താണെന്ന് ചോദിക്കുന്നു. ഈ ഒരു ചോദ്യത്തിന് ആൽക്കമിസ്റ്റിൻ്റെ ഒരു മറുപടിയുണ്ട്, നമ്മുടെ കയ്യിൽ എന്ത് വിലപിടിപ്പുള്ള സാധനമുണ്ടെങ്കിലും അതെല്ലാം സാധാരണമെന്ന മട്ടിൽ തുറന്നു കാണിക്കുക. ഇതെന്തൊരു തമാശ എന്നേ എല്ലാവരും കരുതുകയുള്ളൂ, ആരും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഗുണപാഠമാണ് ഈ ഒരു വാക്യം നൽകിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടാകുമ്പോഴും അതിനൊക്കെ പുച്ഛമാക്കി നിസാരമാക്കി തള്ളിക്കളയും.